സ്മിത ഹരിദാസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സ്മിത, അദ്ദേഹത്തിന്റെ പ്രവർത്തനം വിവിധ മേഖലകളിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് കാറുകളോടുള്ള കമ്പമൊക്കെ എനിക്ക് തോന്നുന്നു മലയാളികളെ സംബന്ധിച്ചത് പുതിയൊരു കാര്യം മാത്രമല്ല. അദ്ദേഹം സിനിമാ മേഖലയിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം 3 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യം എന്നുള്ള സിനിമയിൽ അദ്ദേഹം CJ റോയ് ആയി തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്, അല്ലേ? ഈ ബിസിനസ് രംഗത്ത് ഇതുപോലെ പുതിയ മാതൃകകൾ ഉണ്ടാക്കുന്നു, അത് മോഡലായി മാറുന്നു. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, അദ്ദേഹം പല പല കഥകൾ പോലെ ജീവിതാനുഭവങ്ങൾ പറയും. 25-ാമത്തെ വയസ്സിൽ ഞാനൊരു ചുവന്ന മാരുതി 800 വാങ്ങി. അത് നമുക്കറിയാം, അത്രയും 1994 ആ സമയത്ത് ഈ ചുവന്ന മാരുതി കാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ലക്ഷറി ആയിരുന്നു. അത് വാങ്ങിയ പൈസയ്ക്ക് ഒരു ഇത്ര സെൻറ്റ് ഭൂമി ബംഗളൂരുവിൽ വാങ്ങാമായിരുന്നു എന്നും പറയുന്നു. ഒപ്പം അദ്ദേഹം പറയുന്നത് അത് എവിടെയാണെന്നറിയാതെ അദ്ദേഹം ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ കാറ് ഞാൻ ആദ്യമായി 25-ാമത്തെ വയസ്സിൽ സ്വന്തമാക്കി ആ കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയും ചെയ്തു. ആ കാർ കണ്ടെത്തുകയും ചെയ്തു. അത്രയും ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ആ കാറ് എല്ലാവരെയും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ കാറ് സ്വന്തമാക്കണം, അത് നമ്മുടെ സന്തോഷമാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഭൂമി നമ്മൾ സ്വന്തമാക്കുക. അന്ന് 1,10,000 രൂപയ്ക്കാണ് ഞാൻ ഈ കാറ് വാങ്ങിയത്. അതിന് എത്ര സെൻറ്റ് ഭൂമി വാങ്ങാമായിരുന്നു? അതിനേക്കാൾ എത്രയോ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഇപ്പോൾ ആ എമൗണ്ടിന്, ആ പൈസ തുകയ്ക്ക് ഇപ്പോൾ ബംഗളൂരുവിൽ വാങ്ങാൻ കഴിയും. അതിന് മറ്റൊരു ഉദാഹരണം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. 360 ഏക്കർ സ്ഥലം അത് അദ്ദേഹം ബംഗളൂരുവിൽ അന്ന് വാങ്ങിയത് സെന്റിന് 6,000 രൂപയ്ക്കാണ്. അത് പിന്നീട് വിമാനത്താവളമായി മാറുമ്പോൾ ലക്ഷങ്ങളുടെ ഇടപാടാണ് അവിടെ നടന്നത്. അപ്പോൾ തനിക്ക് പണമുണ്ടാക്കുന്നതിന്, തൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാകുന്നതിന് ഇത്തരം കാര്യങ്ങളും എങ്ങനെ നമ്മൾ സേവ് ചെയ്യണം, നാളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണം എന്നുള്ള രീതിയിലൊക്കെ തന്നെ സ്വന്തം ജീവിതാനുഭവങ്ങൾ അദ്ദേഹം പലയിടങ്ങളിലായി ആവർത്തിച്ച് പറയുമായിരുന്നു. ഒപ്പം പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു ജോലി കിട്ടുന്നു, അത് കൃത്യമായൊരു ഫിക്സ്ഡ് സാലറി കിട്ടുന്നു, നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണം, സ്വപ്നങ്ങൾക്കൊപ്പം തന്നെ റിസ്ക് എടുക്കാൻ, വെല്ലുവിളി നേരിടാനുള്ള ആത്മധൈര്യം ഉണ്ടാകണം, ഒപ്പം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരാൾ സംരംഭകനാകാൻ ഇറങ്ങാവൂ. കാരണം കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കണം, EMI അടയ്ക്കണം, അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ച് ആത്മവിശ്വാസമില്ലാതെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ അത്രയും ധൈര്യത്തോടെ ഒരു ബിസിനസ്സിനെ കാണാൻ കഴിയുമോ എന്നറിയില്ല. ബിസിനസ്സിൽ തീർച്ചയായിട്ടും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. ഇതൊക്കെ തന്നെ വളരെ മനോഹരമായി അതിജീവിച്ച ഒരാളെയാണ് നമ്മൾ അദ്ദേഹത്തിലൂടെ ഇതുവരെ കണ്ടത്. ഇന്നിപ്പോൾ എത്തുന്ന ഈ വാർത്ത അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ബിസിനസ് രംഗത്ത് മാത്രമല്ല മലയാളികൾക്കൊക്കെ അറിയാവുന്ന ഒരു മുഖമാണ്. ഈ റിയാലിറ്റി ഷോസിലൊക്കെ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എല്ലാവർക്കും പരിചയമുണ്ട്. അപ്പോൾ ആ രീതിയിൽ മറ്റുള്ള മലയാളികൾക്ക് കൂടി ഇന്നത്തെ ദിവസം ഒരു ഞെട്ടലുണ്ടാകുന്നു. അപ്രതീക്ഷിതമാണ് ഈ വിയോഗം. 56 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷം ബിസിനസ് രംഗത്ത് നിറഞ്ഞു നിന്ന ഒരാളാണ്. പൊതുമണ്ഡലത്തിൽ, സമൂഹത്തിൽ ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്തിട്ടുണ്ട്. ബുദ്ധിമുട്ടുള്ള, പ്രയാസങ്ങളുള്ള കുട്ടികൾക്കൊക്കെ തന്നെ, കുട്ടികൾക്ക് മാത്രമല്ല സമൂഹത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവരെ സഹായിക്കുന്നതിലൊക്കെ മുന്നിൽ നിന്നിരുന്ന ഒരാളാണ്. ലക്ഷറി കാറുകൾ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു എന്ന് തന്നെ പറയാം. അത് പുതിയ കാറുകൾ വരുമ്പോൾ അത് വാങ്ങുന്നു, അത് അവതരിപ്പിക്കുന്നതിലുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കാറുകൾ കണ്ട് പുതിയ കാറുകളുടെ മോഡലുകൾ അറിഞ്ഞു, അതിനെക്കുറിച്ച് പരിചയപ്പെടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. ആ രീതിയിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ ഇതുപോലെ ഒരു റെയ്ഡിനെ ഭയന്ന്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു അന്വേഷണം വരുമ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ആത്മഹത്യ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല എന്നത് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? തീർച്ചയായും സ്മിത, അത് അവിശ്വസനീയമാണ്. ഇത്ര വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനാകുന്ന ഒന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.